ഷെയ്ഖ് ഹസീനെ ജൂൺ 16 തൂക്കിക്കൊല്ലും. സത്യമാണോ? ജൂൺ 16 തൂക്കിക്കൊല്ലുന്നല്ല, ജൂൺ 16 ഷെയ്ഖ് ഹസീനെ ഹാജരാക്കാൻ ഇൻ്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ എന്നോ ICT ആ കോടതി ഉത്തരവിട്ടിരിക്കുക. ആ കോടതി മുമ്പാകെ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. ആ കുറ്റപത്രം പ്രകാരമുള്ള ശിക്ഷാവിധി എന്ന് പറഞ്ഞാൽ വധശിക്ഷയാണ്. അപ്പോൾ ഷെയ്ഖ് ഹസീനയെ തൂക്കിക്കൊല്ലാനുള്ള നീക്കം ഭരണകൂടം ആരംഭിച്ചിരിക്കുന്നു. മുഹമ്മദ് യൂനിസിൻ്റെ സർക്കാർ ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇൻ്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ 2-3 പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. ഒന്ന്, ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന അബ്ദുസമാൻ ഖാൻ കമാൽ. രണ്ടാമത്, അക്കാലത്ത് പോലീസിൻ്റെ ഇൻസ്പെക്ടർ ജനറലായിരുന്ന ചൗധരി അബ്ദുള്ള അൽ മാമുൻ. ഇതിൽ ചൗധരി അബ്ദുള്ള അൽ മാമുൻ ഇപ്പോൾ തന്നെ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. അസദുമാൻ ഖാൻ കമാൽ ഹസീനയെ പോലെ തന്നെ രാജ്യം വിട്ടുപോയി. അപ്പോൾ ഇതിനകത്ത് ഇവർ ചാർത്തിയിരിക്കുന്ന കുറ്റം ചാർത്തിയിരിക്കുന്നത് ശരിക്കും ICT ഇൻ്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ. നമ്മൾ ഓർക്കും ഇത് UN-ൻ്റെ വല്ലതുമായിരിക്കുന്നു. UN-ൻ്റെ ഒന്നുമല്ല, ബംഗ്ലാദേശിൻ്റെ തന്നെ ഒരു കോടതിയാണ്. ആ കോടതി ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ക്രിമിനൽ കോർട്ട് ഇപ്പം പുട്ടിനെതിരെ നെതന്യാഹുവിനെതിരെ കേസെടുക്കുകയും അറസ്റ്റ് വാറണ്ടൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിലൊന്നും ഒരു നടപടി എടുക്കാൻ പറ്റില്ല. അതിനുശേഷം പല രാജ്യങ്ങളിലും പോയി അവരൊക്കെ പോയി പണി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല, ഇത് ആ രാജ്യത്തെ ബംഗ്ലാദേശിൽ തന്നെയുള്ള ഒരു ക്രൈംസ് ട്രിബ്യൂണലാണ്. അത് അവർക്ക് നമ്മുടെ നാട്ടിലെ കോടതിയെ പോലെ അവിടുത്തെ മറ്റെല്ലാ കോടതിയെ പോലെയും ശിക്ഷ വിധിക്കാനും ശിക്ഷ നടപ്പാക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഹസീനയെ അവരുദ്ദേശിക്കുന്നത് ഹസീനയെ തൂക്കിലേറ്റണം. ഹസീനയ്ക്കും ബാക്കി 2 പേർക്ക്, ഇവർക്ക് 3 പേർക്കും വധശിക്ഷ കൊടുക്കണം. വധശിക്ഷ കൊടുക്കാനുള്ള കാരണം കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണല്ലോ ഹസീന അവിടെ നിന്ന് ഓടിപ്പോരുന്നത്. അവിടെ ജമാഅത്തെ ഇസ്ലാമി മുൻകൈ എടുത്ത് നടത്തിയ ഒരു വിദ്യാർത്ഥികളെ 4,000-5,000 വിദ്യാർത്ഥികളെ തെരുവിലിറക്കി അവരെ കൊണ്ട് കലാപം നടത്തിച്ചു. അങ്ങനെ ഹസീനയുടെ പ്രധാനമന്ത്രിയുടെ കൊട്ടാരത്തിലേക്ക് വരെ അവർ ഇരച്ചു കയറി ഹസീനയുടെ അടിവസ്ത്രം വരെ എടുത്ത് നിൽക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ്. അങ്ങനെ വന്നപ്പോഴാണ് വാക്കറുസ്സമാൻ എന്ന് പറയുന്ന അവിടുത്തെ പട്ടാള മേധാവി ഹസീനയെ രക്ഷപ്പെടുത്തി ഇന്ത്യയിലേക്ക് കടത്തിയത്. അതിനെ തുടർന്ന് അവിടെ കുറേ ദിവസം കലാപം ഉണ്ടായി. പോലീസ് പട്ടാളമൊക്കെ സമരക്കാരെ അടിച്ചമർത്താൻ ശ്രമിച്ചു. അങ്ങനെ 100-ലേറെ ആളുകൾ കൊല്ലപ്പെട്ടു. ആ സമയത്ത് പ്രധാനമന്ത്രി രാജ്യത്തുണ്ടായിരിക്കെ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആവട്ടെ മുഖ്യമന്ത്രി ആകട്ടെ, അവർ അധികാരത്തിലിരിക്കുമ്പോൾ രാജ്യത്തൊരു കലാപം ഉണ്ടാകാൻ ശ്രമിച്ചാൽ, ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു വലിയ കലാപം ഉണ്ടാകാൻ ശ്രമിച്ചാൽ പിണറായി വിജയൻ്റെ സർക്കാർ അത് അടിച്ചമർത്തും. പക്ഷേ അതിൻ്റെ പേരിൽ പിണറായി വിജയനെ വിചാരണ ചെയ്യാനോ പിണറായി വിജയന് വധശിക്ഷ കൊടുക്കാനോ ഒന്നും നമ്മുടെ നാട്ടിലെ നിയമം അനുവദിക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ പോലും കോടതികൾ അംഗീകരിക്കത്തില്ല. ഇതിന് സമാനമായി ബംഗ്ലാദേശിൽ ഈ വലിയ വിദ്യാർത്ഥികളുടെ വലിയ അക്രമ കലാപം ഉണ്ടായപ്പോൾ അതിനെ അടിച്ചമർത്താൻ പോലീസും പട്ടാളം ശ്രമിച്ചു. കുറച്ച് പേർ കൊല്ലപ്പെട്ടു. അതിന് കാരണം ഷെയ്ഖ് ഹസീനയും ആഭ്യന്തരമന്ത്രി അന്നത്തെ പോലീസ് IG-യുമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവർക്കെതിരെ ചാർജ് കൊടുത്തിരിക്കുന്നത്, കുറ്റപത്രം കൊടുത്തിരിക്കുന്നത്. ഈ കുറ്റപത്രം കൊടുത്തിരിക്കുന്നത് താജുൽ ഇസ്ലാം ചീഫ് പ്രോസിക്യൂട്ടറാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. കോടതി അത് വായിച്ചു. 3-അംഗ ട്രിബ്യൂണലിൻ്റെ 3-അംഗ ബെഞ്ച് അത് വായിച്ചിട്ട് പറഞ്ഞു ഇത് ഗുരുതരമായ കുറ്റമാണ്, ഇവർക്ക് വധശിക്ഷ വരെ നൽകാനുള്ള കുറ്റമുണ്ട് എന്ന് കോടതി നിരീക്ഷിക്കുകയും ഇവരെ അറസ്റ്റ് ചെയ്ത് 16-ാം തീയതി കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് പതുക്കെ കാര്യങ്ങൾ നീങ്ങുകയാണ്. കാരണം ഹസീനയെ വളരെ സുരക്ഷിതമായി താമസിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയിലിരുന്ന് ഹസീന 1-2 തവണ പ്രസ്താവനകൾ ഇറക്കിയപ്പോൾ ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടിരുന്നു ഹസീന മിണ്ടരുതെന്ന് ഇന്ത്യ സർക്കാർ പറയണമെന്ന് ഔദ്യോഗികമായി യൂനസിൻ്റെ സർക്കാർ നമ്മളോട് ആവശ്യപ്പെട്ടു. പക്ഷേ ആ ആവശ്യം ന്യൂഡൽഹിയിൽ കിട്ടിയതിന് 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഹസീന ഫേസ്ബുക്കിലൂടെ ലൈവ് ആയിട്ട് വന്നിട്ട് ബംഗ്ലാദേശിൽ തിരിച്ചു പിടിക്കണം, ഞാൻ ജീവിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരമാണ്, ഞാൻ ജീവിച്ചിരിക്കും, ഞാൻ തിരിച്ചു വരും, അവിടുത്തെ കുഴപ്പക്കാരെ മുഴുവൻ ശിക്ഷിക്കും, ഇപ്പം മതവർഗീയ ഭ്രാന്തന്മാരാണ് അവിടെ ജീവിക്കുന്നത്, അവരെ ശിക്ഷിക്കും, ഞാൻ തിരിച്ചു വരുമെന്ന് ഹസീന പറയുകയുണ്ടായി. അതായത് ഇന്ത്യ ബംഗ്ലാദേശ് കൊടുത്ത നിർദ്ദേശം പുല്ലുവില കൽപ്പിച്ചു. ഇനിയിപ്പോൾ ഇവിടെ കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നു. ഹസീനയ്ക്ക് വധശിക്ഷ കൊടുക്കാൻ മാത്രമുള്ള കേസുണ്ട്. കോടതി ഉത്തരവിട്ടിരിക്കുന്നു, ട്രിബ്യൂണൽ ഉത്തരവിട്ടിരിക്കുന്നു. ഹസീനയെ വിട്ടുകിട്ടണമെന്ന് വീണ്ടും ബംഗ്ലാദേശ് ഇന്ത്യയോട് ഇന്നോ നാളെയോ ഔദ്യോഗികമായി ആവശ്യപ്പെടുന്നത്. ജൂൺ 2 ജൂൺ 16 ഹസീനയെ ഹാജരാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും ഒരു ഇന്ത്യയെ ഒരു സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കമാണ്. കാരണം രാജ്യാന്തര നിയമം അനുസരിച്ച് ആ രാജ്യത്തെ കോടതികളുടെ ഉത്തരവുണ്ടെങ്കിൽ ആ ഉത്തരവിന് വിധേയമാകേണ്ടുന്ന ഒരു വ്യക്തി മറ്റേ രാജ്യത്തിൻ്റെ പരിധിയിലുണ്ടെങ്കിൽ വിട്ടുകൊടുക്കണം എന്നുള്ളൊരു മര്യാദയാണ്. പക്ഷേ ആ മര്യാദ എല്ലായ്പ്പോഴും പാലിക്കണമെന്നില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ നമുക്ക് പറയാവുന്ന ഒരു കാര്യം, ഒന്ന് നിയമവിരുദ്ധമായിട്ടാണ്
ഹസീനയ്ക്കെതിരെ കുറ്റപത്രം ചാർത്തിയിരിക്കുന്നത്. ബംഗ്ലാദേശിൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരില്ല. ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ പറഞ്ഞ്, പിന്നെ മാത്രമല്ല നമ്മൾ രാഷ്ട്രീയ അഭയം കൊടുത്തിരിക്കുകയാണ്. രാഷ്ട്രീയ അഭയം കൊടുത്തിരിക്കുന്ന ഒരാളെ തള്ളിക്കളയാൻ ഒരു രാജ്യവും തയ്യാറാവത്തില്ല. ഇത്തരം കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ബംഗ്ലാദേശിൻ്റെ ആവശ്യം കോടതിയുടെ ഉത്തരവാണെങ്കിൽ പോലും നമുക്ക് നിരാകരിക്കാൻ കഴിയും. പക്ഷേ നിലവിൽ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം കൂടി വരികയാണ്. ഇതിനകത്ത് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ബംഗ്ലാദേശിലെ നോട്ടിൻ്റെ കാര്യത്തിലൊരു മാറ്റം വന്നു. ബംഗ്ലാദേശിലെ 1000, 50, 20 ടക്ക എന്നാണ് ഇവിടുത്തെ കറൻസിക്ക് പറഞ്ഞത്. ടക്കയിൽ നിന്ന് ബംഗ്ലാദേശിൻ്റെ സ്ഥാപകനായ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ ചിത്രം നീക്കി. നമ്മൾ നോക്കുമ്പോൾ നിസാര സംഭവമല്ല. അതായത് പാകിസ്ഥാനിൽ 1971 ഈ ബംഗ്ലാദേശ് രൂപീകരണത്തിന് തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ പാകിസ്ഥാനിൽ മുജീബുർ റഹ്മാൻ്റെ പാർട്ടി, അതായത് ഹസീനയുടെ അച്ഛൻ്റെ പാർട്ടിക്ക് വേണ്ട 165ഓളം സീറ്റുകൾ ഒറ്റയ്ക്ക് കിട്ടി. എന്ന് വെച്ചാൽ ഭരണം മുജീബുർ റഹ്മാൻ്റെ പാർട്ടി കിട്ടുമായിരുന്നു. ഭൂരിപക്ഷം അവർക്കാണ് കിട്ടിയത്. പക്ഷേ അന്നത്തെ പട്ടാള മേധാവി ഭൂട്ടോ അതിനനുകൂലമായിരുന്നില്ല. ഇയാൾക്ക് മുജീബുർ റഹ്മാനെ ഭരണം ഏൽപ്പിക്കുക, തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ജയിപ്പിച്ചിട്ടും ഭരണം കൈമാറാതെ പട്ടാള അട്ടിമറി നടത്തി. എന്നിട്ട് അതേ തുടർന്നാണ് ബംഗ്ലാദേശിൽ വലിയ കലാപം ഉണ്ടാവുകയും കിഴക്കൻ ബംഗ്ലാദേശ് വലിയ സംഘർഷ ഭൂമിയാവുകയും കിഴക്കൻ ബംഗ്ലാദേശിൽ മുക്തി ബാഗിനി എന്ന പേരിൽ മുജീബുർ റഹ്മാൻ്റെ പേരിൽ സ്വാതന്ത്ര്യ സമരം നടക്കുകയും ഇന്ത്യ അതിനെ സപ്പോർട്ട് ചെയ്യുകയും പാകിസ്ഥാൻ രണ്ടായി മുറിക്കപ്പെടുകയും ചെയ്തത്. ശരിക്കും ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം രൂപീകരിച്ചത് മുജീബുർ റഹ്മാൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെയും സമരത്തിൻ്റെയും സഹനത്തിൻ്റെയും ഭാഗമായിട്ടാണ്. ആ മുജീബുർ റഹ്മാനെയാണ് ഇപ്പോൾ ഇവർ തള്ളിക്കളയുന്നത്. മുജീബുർ റഹ്മാൻ്റെ വീട് തകർത്തു, മുജീബുർ റഹ്മാൻ്റെ പ്രതിമകൾ തകർത്തു. ബംഗ്ലാദേശ് രൂപീകരിച്ച ആളെ, അതായത് സ്വന്തം പിതൃസ്ഥാനീയനായ മനുഷ്യനെ തമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ജമായത്തെ ഇസ്ലാമിയുടെ ബിഹൈൻഡ് ദ കട്ടറുള്ള ഭരണം, യൂനിസിൻ്റെ ഭരണം. എന്നിട്ട് അവരിപ്പോൾ ചെയ്തിരിക്കുന്നത് അവരുടെ ദേശീയ മഹാത്മാഗാന്ധിയുടെ ചിത്രമാണല്ലോ നമ്മുടെ നോട്ടിലുള്ളത്. അതുപോലെ ബംഗ്ലാദേശിൻ്റെ കറൻസിയിലുണ്ടായിരുന്ന മുജീബുർ റഹ്മാൻ്റെ ചിത്രം മാറ്റിയിട്ട് അവിടുത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, പൗരാണിക സ്മാരകങ്ങളുടെയൊക്കെ ചിത്രം ആക്കിയുള്ള നോട്ട് പുറത്തിറങ്ങി. അതോടൊപ്പം തന്നെ ഇന്നലെ സുപ്രധാനമായ മറ്റൊരു തീരുമാനം വന്നിരിക്കുന്നു. ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ മതപാർട്ടിയായ ജമായത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൻ്റെ നിരോധനവും മാറ്റി. അതേസമയം ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിനെ നിരോധിച്ചു. അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഇവർക്കൊരു സിംഗിൾ പോയിൻ്റ് അജണ്ടയുള്ളൂ. ഞങ്ങൾക്കിനി ഭരണം കിട്ടിയാലും, അപ്പോൾ സൈന്യം പറയുന്നു ജനുവരി 1-ാം തീയതി അവിടെ പുതിയ സർക്കാർ ഉണ്ടായിരിക്കണം. ബനസീർ ഭൂട്ടോയുടെ മകൾ BNPയുടെ നേതാവ് അവരും പറയുന്നത് ഡിസംബർ 31-നപ്പുറത്ത് യൂനിസ് ഭരിക്കാൻ പാടില്ല, ജനുവരി 1-ാം തീയതി പുതിയ സർക്കാർ വേണമെന്ന് സൈന്യവും പ്രതിപക്ഷ കക്ഷികളും ആവശ്യപ്പെടുന്നു. പക്ഷേ ഇയാൾ പറയുന്നത്, യൂനിസ് പറയുന്നു, ഞാൻ അടുത്ത വർഷം ജൂൺ വരെ ഇരിക്കും, ഒരു വർഷം കൂടി ഇരിക്കും, എന്നിട്ടേ ഇലക്ഷൻ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ സൈന്യം പറയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിഷേധിച്ചുകൊണ്ടാണ് അയാൾ പോകുന്നത്. പക്ഷേ അയാൾക്ക് സിംഗിൾ മിനിമം അജണ്ട എന്ന് പറയുന്നത് ഈ കാലയളവിൽ എങ്ങനെയെങ്കിലും ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് അവരെ തൂക്കിലിടുക. ബംഗ്ലാദേശിൻ്റെയും പാകിസ്ഥാൻ്റെയും ഒക്കെ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ് ഈ മൗലികവാദ സർക്കാരുകൾ അധികാരത്തിൽ വന്ന് അവിടെ ജനാധിപത്യം നടപ്പാക്കിയ നേതാക്കന്മാരെ തൂക്കിക്കൊല്ലുക, വെടിവെച്ച് കൊല്ലുക എന്നൊക്കെയുള്ള ഇവരുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഷെയ്ഖ് ഹസീനയെ കൊല്ലുന്നതുവരെ താൻ അധികാരം ഒഴിയത്തില്ല എന്ന തരത്തിലാണ് മുഹമ്മദ് യൂനിസ് ഇപ്പോൾ നീങ്ങുന്നത്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ അഭയം കൊടുത്ത ഒരാളെ വിട്ടുകൊടുക്കുന്ന അത്ര എളുപ്പമല്ല. മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് ഷെയ്ഖ് ഹസീന. മോദി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ വന്നു, അത് കഴിഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത് 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ഒന്ന് ഇന്ത്യയിൽ വന്നു. അങ്ങനെ ഇന്ത്യയുമായി നിരന്തര ബന്ധമുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ സൗഹൃദ രാജ്യമാണ് ആയിരുന്നു ബംഗ്ലാദേശ്. ആ ബംഗ്ലാദേശാണ് ഇന്നിപ്പോൾ ഇന്ത്യയോട് വെല്ലുവിളിക്കാനും വേണ്ടി വന്നാൽ ചിക്കൻ നെക്ക്, സിലിഗുരി അടക്കമുള്ള ഭാഗങ്ങൾ ചൈനയ്ക്ക് വിട്ടുകൊടുക്കുമെന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വലിയ വീരസ്യം പറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഇന്ത്യക്ക് ചില താല്പര്യങ്ങളുണ്ട്. ട്രംപ് മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു, ബംഗ്ലാദേശിൻ്റെ കാര്യം എൻ്റെ സുഹൃത്ത് മോദി തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ അതിനകത്ത് വലിയ ഇടപെടലൊന്നും പ്രത്യക്ഷത്തിൽ നടത്തിയിട്ടില്ല. പക്ഷേ ഹിന്ദുക്കൾക്ക് നേരെ വലിയ കലാപം ഉണ്ടായപ്പോൾ ഇന്ത്യ ചില സപ്പോർട്ടൊക്കെ കൊടുത്തു. അതുകൊണ്ടാണ് പിന്നീട് ഹിന്ദുക്കൾ വലിയ തോതിൽ അവിടെ തെരുവിലിറങ്ങി ഞങ്ങൾ പ്രതിരോധിക്കുമെന്നുള്ള നില വന്നു. അങ്ങനെ വന്നതോടെ ഹിന്ദു വേട്ട അല്പമൊന്ന് ബംഗ്ലാദേശിൽ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചൊക്കെ ശാന്തമായി പോവുകയാണ്. ഇന്ത്യയുടെ ചില ഇടപെടലുകൾ, പ്രത്യേകിച്ച് വാക്കർ സമാൻ എന്ന് പറയുന്ന അവിടുത്തെ സൈനിക മേധാവി ഇന്ത്യയുടെ മിലിറ്ററി കോളേജിൽ പഠിച്ച് ഇന്ത്യ ട്രെയിൻ ചെയ്ത് വിട്ട ആളാണ്. അതോടൊപ്പം തന്നെ ഷെയ്ഖ് ഹസീനയുടെ അടുത്ത ബന്ധുവും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ബംഗ്ലാദേശിലെ സർക്കാർ ഇപ്പോൾ ഹസീനയെ തൂക്കിക്കൊല്ലുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെങ്കിലും അത്ര എളുപ്പം അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. നമുക്കത് കാത്തിരിക്കേണ്ടി വരും.